ഒന്ന് കാലം പൊക്ക് മനുഷ്യാന്ന് അതാരെ വരുന്നു നോക്കിയട്ടെ. എന്റെ മാമനില്ലേ അത്? അമ്മേ ഇങ്ങുവാ. അതാരെ വരുന്നു നോക്കിയട്ടെ. കാലമാടൻ വന്നാ നമ്മളെ പരിപാടിയെല്ലാം നിന്നും തോന്നും. ഞാനൊരു ഐഡിയ പറയാം. നമ്മൾ അതേപോലെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് മാമനെ ഒഴിവാക്കാം. നമുക്ക് എല്ലാവർക്കും പനിയാന്ന് പറയാം. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറൽ പനിയാന്ന് പകരുന്നയാന്നെല്ലാം പറയാം. ഞാന് ഇടുന്ന ശരിയാവില്ല. ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർ പോവുകയില്ല. പൈസക്ക് ചോദിച്ചോണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയതാന്ന് പറഞ്ഞാൽ മതി. നല്ല പനി തന്നെ പറയണേ. നമ്മൾ നല്ലോണം അഭിനയിക്കണം. അല്ലെങ്കിൽ അറിയാലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് പോവില്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ടെ, എല്ലാം പറഞ്ഞ പോലെ ചെയ്യണേ കേട്ടാ. അടക്കക്കല്ല് ഇപ്പൊ പൊന്നും വിലയാ. മോളെ ഇല്ല കടിയപ്പ പോയി കിടക്കുന്നു. ഒന്നും പറയാണ്ട് നിന്റെ അടുത്ത് വരെ എനിക്ക് പറഞ്ഞിട്ട് വരണം. എടുത്തോ, അമ്മയുടെ അടുത്തോ. അമ്മ അകത്തുണ്ട്. നീ പുറത്തു നല്ല തണുപ്പല്ലേ? ഇത് പനി. പനിയാ? കുറേ ദിവസമായി പനി. എല്ലാരും പനിച്ച് കിടന്നിട്ടാ ഉള്ളത്. എന്റെ കെട്ടിയ മോശമായിട്ടാ ഹോസ്പിറ്റലിൽ പോയിട്ടാ ഉള്ളേ പനിച്ചിട്ട്. അമ്മ എടുത്തോ. അമ്മേ രാജാട്ടനാ എല്ലാവർക്കും പകർച്ചപ്പനിയാ രാജാട്ടാ. നല്ലോണം ഉണ്ടല്ലോ. അയ്യോ മാമ, അതിന് തുപ്പല മാമ. പിന്നെ ഉപ്പ രാജാട്ടാ ഭക്ഷണം ഒന്നും വെച്ചിട്ടില്ല രാജാട്ട. പനി ആയോണ്ട് കുടിക്കാൻ വെള്ളം കാറ്റം വേണം. ഒന്നും വേണ്ട രമണി. എന്നാ നിങ്ങൾ പിന്നെങ്ങാനും പാടും രാജാട്ട. വയസ്സായ ആളല്ലേ, പനിയാങ്ങാനും വന്നിട്ടുണ്ടെങ്കിലോ. ഒന്നും വേണ്ട രമണി, ഞാൻ പോയിട്ട് പിന്നെ പോയിട്ട് പിന്നെങ്ങാനും പാടും രാജാട്ട. മരുന്ന് ശരിക്കും സമയത്ത് കുടിക്കണേ മോളെ. മഹേഷ് നമ്മളെ ഞാൻ ചോദിച്ചു വന്നു കേട്ടോ. ഞാൻ പിന്നെ വരാം. പിന്നെ പോന്നൊന്നും വിചാരിച്ചിട്ടില്ല. പോയത് നല്ലൊരു ചെയ്യാമോ രാജേട്ടാ പോയി. ഞാൻ മരുവോട്ട് പോയതാളൂ. ആളെ നോക്കുമ്പോ എല്ലാവർക്കും പനി. മഹേഷാണെങ്കിൽ കാണിക്കാൻ പോയി. അല്ല, ഇന്ന് രാവിലെയും കൂടി അവര് വിളിച്ചതല്ലേ, നമ്മളെല്ലാരും കൂടി ടൂറിന് പോന്നെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ അതെങ്ങനെ ഇന്നിപ്പൊ പനിയെന്ന് പറഞ്ഞത്? അത് ശരിയാണല്ലോ. അതെ, പനിക്കുന്നുണ്ടാ? നമുക്ക് നോക്കാല്ലോ എന്താണെന്ന്. ടൂറ് പോവാനാ? മരുവോള് പനിന്നാന്നല്ലോ പറഞ്ഞേ. അവിടെ എല്ലാവർക്കും പനിയാണല്ലോ. ഓളെന്തിനാ എന്നോട് അങ്ങനെ പറയേണ്ട ആവശ്യമോ? എടാ എൻ്റെ ബാഗ് എവിടെ വെച്ചു പോയേ? നമ്മള് കഴിച്ചിട്ടാ വന്നേ, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്ന്. നിനക്ക് വേണ്ടേ? നിങ്ങളെടുക്ക്. നമ്മള് വരുമ്പോ രാജാട്ടിനെ കണ്ടല്ലോ. കണ്ടിനാ? അതെ, എന്നാ പറഞ്ഞ നിങ്ങളോടൊന്നും പറഞ്ഞു. നിങ്ങൾക്കെല്ലാം പരിക്കെന്ന് പറഞ്ഞേ. എന്റെ ദൈവമേ, നമ്മൾ എങ്ങനെയാ സംഭവം തന്നെ എങ്ങനെയാ ഒഴിവാക്കിനൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ മാമനാ? ഭയങ്കര ശല്യാണപ്പാ. അടിപിടിയെല്ലാം തുപ്പിക്കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിയാണ്ട് പോവുകയില്ല. ഇവർക്കാണെങ്കിൽ ഇഷ്ടേ അല്ല വന്ന് നിന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കച്ചറിയാക്കി വെക്കില്ല. അതുകൊണ്ട് നമ്മള് ഒഴിവാക്കിയതാ കണ്ടത് അല്ലേ?
നമ്മളെ അമ്മായിയമ്മയും മരുമോളും നല്ല അഭിനയം അങ്ങ് കാണിച്ചു. അതുകൊണ്ട് അതിൽ വിശ്വസിച്ച് പാവം അത് കേൾക്കുമ്പോൾ പാവം തോന്നുന്നു. ആകെയുള്ളൊരു മരുവളാന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങ് വന്നേ. ഭാഗത്തിൽ സ്ഥലം വിറ്റാരോ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് തരാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നു. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ തന്നെ കാണിച്ചു തന്നു. പനിയൊന്നും കൂടാണ്ട് സൂക്ഷിച്ചോ കേട്ടോ. കേട്ടോ രമണി, പോട്ടെ പോട്ടെ പോളെ, എൻ്റെ മഹേശനോട് കൂടി പറഞ്ഞേ കേട്ടോ. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടില്ല. ഞാൻ പിന്നെ ചെറിയൊരു ആവശ്യം ഉണ്ടായിട്ട് അങ്ങോട്ട് പോയതേന്. അല്ല കഴിച്ചാ ചായ കുടിച്ചാ? അതെയാ. അല്ല ഇങ്ങക്കെന്നാ ഇവരെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാതെ? അണ്ടി പോയ അണ്ണാനെ പോലെ ഇരുന്നിന്. എല്ലാം പോയി, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലേനും. എന്താ നിങ്ങളെ അമ്മാവൻ ആ കാലമാടം പോയിട്ടില്ല? പോയിന്. അതല്ല ഇപ്പൊ നമുക്ക് ഭാഗം വിറ്റ് കുറച്ച് പൈസ ആയിട്ട് വന്നതേന് എല്ലാം പോയില്ലേ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല മകളുടെ കാര്യം. പൈസ തരാൻ വേണ്ടിട്ട് വന്നേനു. പൈസ തരാൻ വന്നതേനു.